ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാച്ചിയ എണ്ണയാണ് ഉണ്ടാക്കുന്നത്. തലമുടി നന്നായിട്ട് വളരാനും അകാലനര ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും നല്ലതുപോലെ തലമുടി വളരാനും സഹായിക്കുന്നതാണ് ഈ ഒരു എണ്ണ. ആദ്യം വേണ്ടത് കൈതോന്നിയാണ്. അത് നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ഒരു ചെടിയാണത്. പിന്നെ ചെമ്പരത്തിപ്പൂവ്, കറിവേപ്പില, പിന്നെ അങ്ങാടിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നെല്ലിക്കാപ്പൊടി, മൈലാഞ്ചിപ്പൊടി, നീലയമരിപ്പൊടി. പിന്നെയുള്ളത് കരിഞ്ചീരകമാണ്. ഇതും അങ്ങാടിക്കടയിൽ നിന്നും നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കിട്ടുന്നതാണ്. പിന്നെ എണ്ണച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത്ര എണ്ണ ഒഴിക്കാം. ഇന്ന് ഇവിടെ നമ്മൾ കുറച്ച് മാത്രമാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ഇങ്ങനെ കുഞ്ഞു തീയിൽ ചൂടാക്കാൻ വയ്ക്കാം. ആ ടൈമിൽ നമുക്ക് ചെമ്പരത്തിയിലയും കറിവേപ്പിലയും കൈതോന്നി എല്ലാം ഇങ്ങനെ ഇറുത്ത് വയ്ക്കാം. ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് പറയാം. കരിഞ്ചീരകം, കറിവേപ്പില, ചെമ്പരത്തിപ്പൂവ്, കൈതോന്നി, ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കരിഞ്ചീരകമാണ് എണ്ണയിലേക്ക് ഇടേണ്ടത്. അത് നന്നായിട്ട് ഇട്ട് കഴിയുമ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മുടെ കൈതോന്നി ഇല ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ സംഭവങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് എല്ലാം ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം. നമുക്ക് ഈ മൈലാഞ്ചിപ്പൊടിയും നീലയമരിപ്പൊടിയും ഇല്ലെങ്കിൽ പോലും ഇത്രയും വെച്ച് തന്നെ നമുക്ക് എണ്ണ കാച്ചാവുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലാം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ബാക്കി 3 പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നെല്ലിക്കാപ്പൊടി ഇടാം. നെല്ലിക്കാപ്പൊടി ഇട്ട് കുറച്ച് ഇളക്കിയതിന് ശേഷം നീലയമരി പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മൈലാഞ്ചിപ്പൊടി ഇട്ട് കൊടുക്കാം. മൈലാഞ്ചിപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, ആവശ്യത്തിന് കുറച്ച് ഇട്ടാൽ മതി. മൈലാഞ്ചിപ്പൊടി ഇടുമ്പോൾ കുറച്ച് ചുവന്ന ഒരു കളർ കിട്ടും തലമുടിക്ക്. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം മൈലാഞ്ചിപ്പൊടി ഇട്ടാൽ മതി. അങ്ങനെ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് അതൊന്നും കൂടെ കുറച്ചൊന്ന് കുഞ്ഞായിട്ടൊന്ന് തീയിൽ തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ കാച്ചിയ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ച് ഒരു ദിവസം ഫുള്ളായിട്ട് ഇതിങ്ങനെ ഇരിക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഊറി ആ എണ്ണയിൽ പിടിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ദിവസം ഇത് മാറ്റി വെച്ച് അതിനുശേഷം നന്നായി തണുത്തതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് ഒരു ബോട്ടിലോട്ട് മാറ്റാം. ശരിക്കും ഈ കാച്ചിയ എണ്ണ വളരെ ഫലപ്രദമാണ്. നമ്മുടെ തലമുടി നന്നായിട്ട് വളരാനും ഇത് സഹായിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.